വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ട അസ്മയുടെ മരണത്തിന് കാരണക്കാരായവരെ മാത്രമല്ല കഴിഞ്ഞ 5 വർഷത്തിൽ ഉണ്ടായി എന്ന് കേട്ട മാതൃ മരണങ്ങളെയും നവജാത ശിശുമരണങ്ങളെയും കാരണക്കാരായവരെ പറ്റി അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കണമെന്ന് ഫോർഗം ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു. മറ്റെല്ലാ തരത്തിലും സ്ത്രീ എങ്ങനെയായിരിക്കണം, അതായത് വിദ്യാഭ്യാസം നേടി മുന്നോട്ട് വന്ന സ്ത്രീകളെ വീണ്ടും വീട്ടിനകത്തേക്ക് ചുരുക്കി കൊണ്ടുവരിക. ഒരുപക്ഷെ അവർ ഭയക്കുന്നുണ്ടാകാം. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടി അവരവകാശങ്ങൾ ചോദിച്ചു തുടങ്ങി എന്നൊക്കെ കാണുമ്പോൾ അവരെ വീണ്ടും വീട്ടിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ മതത്തെ ഉദ്ധരിച്ചുകൊണ്ട്, ഖുർആനെ ഉദ്ധരിച്ചുകൊണ്ട് നിരന്തരം ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. വളരെ അപഹാസ്യമായിട്ടുള്ള വീഡിയോകളാണ്. ഞങ്ങൾ അതിനെതിരായിട്ട് വനിതാ കമ്മീഷന് പരാതി കൊടുക്കുകയും എതിർ വീഡിയോ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങളുടേതായ രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് വളരെ വ്യാപകമാണ്. വാസ്തവത്തിൽ ഇത് ഉപയോഗിക്കുന്നത് അവര് മാത്രമല്ല, ഇതിനെ ദുരുപയോഗം ചെയ്യുന്നത് പുതിയ വർത്തമാന ഇന്ത്യയിൽ ഒരു ഇസ്ലാം അപരവൽക്കരണം നടത്താൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമോഫോബിയ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടി ഈ ഒരു സ്ത്രീ വിരുദ്ധമായ വീഡിയോകളെ ഉപയോഗിക്കുന്നുണ്ട്. നോക്കൂ, ഈ സമുദായം കോഡൂർ പഞ്ചായത്തിൽ വീട്ടുപ്രസവത്തെ തുടർന്ന് രക്തം വാർന്ന് 33 വയസ്സ് മാത്രം പ്രായമായ യുവതി മരിക്കാനിടയായ സംഭവം അത്യന്തം ദുഃഖകരവും സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അശാസ്ത്രീയ മാർഗങ്ങളിലൂടെയുള്ള പ്രസവത്തിലൂടെ മുൻപും നിരവധി സ്ത്രീകളും നവജാത ശിശുക്കളും മരണപ്പെട്ടിട്ടുണ്ട്. മലപ്പുറത്ത് ഇപ്പോഴുണ്ടായിട്ടുള്ള മരണത്തിനും 5 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അനാഥത്വത്തിനും കാരണക്കാരൻ അവരുടെ പങ്കാളി മാത്രമല്ല, ഇത്തരം പ്രസവത്തിന് പ്രേരണ നൽകുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ കൂടിയാണ്. അക്യുപങ്ക്ചർ ചികിത്സയാണ് പ്രസവ സഹായത്തിനായി അവലംബിച്ചത് എന്ന് അവകാശപ്പെടുമ്പോൾ ആ വൈദ്യശാഖയിൽ അംഗീകൃത ബിരുദമെടുത്തവർ പറയുന്നത് പ്രസവത്തിന് അക്യുപങ്ക്ചർ ഉപയോഗിക്കാനാവില്ല എന്നാണ്. അപ്പോൾ വ്യാജ ചികിത്സയാണ് ഇത്തരക്കാർ ഇത്രകാലം പ്രചരിപ്പിച്ചിരുന്നതും പ്രയോഗിച്ചിരുന്നതും എന്ന് നമുക്ക് ഊഹിക്കാം. പ്രസവം എന്ന പ്രക്രിയ വലിയൊരു ശതമാനം സ്ത്രീകളിലും സ്വാഭാവികമായി നടക്കാമെന്ന അവസ്ഥയെയാണ് ഇത്തരക്കാർ ചൂഷണം ചെയ്യുന്നത്. മതവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് അന്ധവിശ്വാസങ്ങളും വ്യാജ ചികിത്സാ രീതികളും സ്ത്രീ വിരുദ്ധതയും പ്രചരിപ്പിക്കുന്ന വലിയൊരു സംഘം ഇന്ന് കേരളത്തിലുണ്ട്. മതവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് തികഞ്ഞ സ്ത്രീ വിരുദ്ധതയും വ്യാജ ചികിത്സാ രീതികളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പരാതി ലഭിക്കുമ്പോൾ വനിതാ കമ്മീഷനും സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റും അത് ഗൗരവത്തിലെടുത്ത് നടപടികൾ സ്വീകരിക്കണം. സമാന്തര പ്രസവ ചികിത്സാ രീതികൾ എന്ന പേരിൽ പ്രചരണം നടത്തുന്ന സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും രജിസ്ട്രേഷൻ സ്ഥിതി പരിശോധിക്കുകയും അത് നിർബന്ധമാക്കുകയും ചെയ്യണം. അതൊരു സാമൂഹ്യ വിഷയം കൂടിയാണ് എന്ന കാര്യത്തിൽ പൊതുജന ജാഗ്രത ഉണരേണ്ടതുണ്ട്. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തികൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഭാരവാഹികളായ ഡോക്ടർ ഖദീജ മുംതാസ്, നബീസ സെയ്ദ്, എം സുൽഫത്ത്, നഫീസ കോലോത്ത്, നെജു ഇസ്മായിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.